ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇലക്ഷൻ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പല്ലേ. കാരണം ഈ കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വോട്ട് ചോരിയെക്കുറിച്ചിട്ട് വിശദീകരിച്ചു. ഈ ബീഹാർ തെരഞ്ഞെടുപ്പും ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ളൊരു എഫേർട്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒന്ന് സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 158 സീറ്റിലാണ് എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ എൻ ഡി എ അവിടുത്തെ ഒരു വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. നിതീഷ് കുമാറിന് ഒരു പക്ഷേ ചിലപ്പോൾ ചവിട്ടി പുറത്ത് കളയാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം നിതീഷ് കുമാർ നിന്ന് ജയിച്ചെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിയുടെ സീറ്റിന് ഇളക്കം തട്ടാതിരിക്കത്തുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ ബീഹാർ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാറിനെ പ്രതിഷ്ഠിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസവുമില്ല. കാരണം ആ ഒരു സ്ഥാനത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഈ വോട്ട് ചോരിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തി അദ്ദേഹം എല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് പോലും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബീഹാർ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കോൺഗ്രസ് 5 സീറ്റിൽ മാത്രമാണ് ഇതുവരെ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്കി മുഴുവനും അവരുടെ ഘടകകക്ഷിയിലുള്ള ആളുകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും എനിക്കിതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ കുളങ്കലക്കി പരുന്തിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് ഈ AMMA അങ്ങനെ എന്താ ഒരു ഇത്രയുണ്ടല്ലോ, ഒരു OIC എന്ന് പറഞ്ഞ ഒരു പരമ ഊള. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ ബീഹാറിലെ മുസ്ലിങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു വെറും വൃത്തികെട്ട ഒരുത്തനാണ്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യവും BJPക്ക് അനുകൂലമായ രീതിയിലാണ്, കാരണം ഇവൻ ഒറ്റക്ക് നിന്ന് മത്സരിക്കും, പക്ഷെ അതിൻ്റെ കെയർ ഓഫിൽ ആ വോട്ടുകൾ മൊത്തം BJPക്ക് അനുകൂലമായിട്ട് പോകും. കാരണം ജയിക്കാൻ സാധ്യതയുള്ള പല സീറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആയിക്കോട്ടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അവിടെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഊളയാണ് ഇവന്. ഇവനെ ആദ്യം അവിടുത്തെ സമുദായക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് വലിയൊരു ദുരന്തം തന്നെയായിരിക്കും. എന്തായാലും ബീഹാറിൻ്റെ ഒരു ചിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു നിഗമനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 സീറ്റിലേക്കെങ്കിലും BJP എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനിപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ചെയ്യേണ്ട പണി, എടുക്കേണ്ട പണി വൃത്തിയായിട്ട് കോൺഗ്രസും അവരുടെ ബാക്കി ആളുകളും എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് BJP ജയിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഒരു 200 സീറ്റിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഗോദി മീഡിയകളൊക്കെ പ്രവചിച്ചതുപോലെ തന്നെ അവർ അതിനകത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്ക് എന്തായാലും ഈ അവസാനത്തെ നിമിഷത്തിൽ ആ ഒരു വോട്ടിംഗ് നില എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോഴിവിടെ ബീഹാറിൽ നിതീഷ് കുമാറിനെ ചുരുട്ടിക്കെട്ടി എന്ന് പറയാവുന്ന ഒരു ഫലസൂചനയാണ്. കാരണം വ്യക്തമായ രീതിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുകയാണ്. ഇനിയും ഒരുപക്ഷെ അവരുടെ സീറ്റ് നില വർദ്ധിച്ചേക്കാം. ഇപ്പോൾ 158 സീറ്റുകൾ NDA സഖ്യം മുന്നോട്ട് പോകുമ്പോൾ എത്ര സീറ്റുകളാണ് BJPക്കുള്ളത്? സുമോദിലേക്ക് വരാം. സുമോദ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP മുന്നോട്ട് പോകുമ്പോൾ, BJPയുടെ നില വലിയ തോതിൽ മെച്ചപ്പെടുമ്പോൾ, JDUവിനെ അതിജയിച്ചുകൊണ്ട് BJP ബീഹാറിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിതീഷ് ഇനി മുഖ്യമന്ത്രിയാകുമോ? നിതീഷിന്റെ NDAയിലെ സ്ഥാനം എന്താണ്? NDA സർക്കാർ കേന്ദ്രത്തിൽ ഇനി JDUവിന്റെ പിന്തുണ എത്രമാത്രം ഉണ്ടാകും? അങ്ങനെയുള്ള ചില ഒരുപാട് ഡൈനാമിക്സ് ഈ കാര്യത്തിൽ വരാനുണ്ട്. കാരണം താൻ ഒതുക്കപ്പെടും എന്നുള്ളൊരു സൂചന ഈ ഫലസൂചനയിൽ നിതീഷ് കുമാറിന് ലഭിച്ചാൽ നിതീഷ് എന്ത് തീരുമാനിക്കുമെന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ഇനിയും NDAയിൽ തുടരണമോ, അതല്ല കേന്ദ്രത്തിനുള്ള പിന്തുണ ഇനിയും തുടരണമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപക്ഷെ നിതീഷ് വീണ്ടും വിചാരം നടത്തിയേക്കാം. പക്ഷേ കഴിഞ്ഞ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിതീഷ് മാധ്യമങ്ങൾക്ക് അപ്രാപ്യനാണ്. അദ്ദേഹം അൺറീച്ചബിൾ ആണ് കുറെ ദിവസങ്ങളായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ മൗനം എന്തിന്റെ സൂചനയാണ്? അദ്ദേഹം മൗനം പാലിക്കുന്നത് NDAയിൽ തുടരാൻ വേണ്ടിയാണോ, ഇതല്ല NDAയുമായി മറ്റൊരു കലഹത്തിന് കോപ്പുകൂട്ടാൻ വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില 77ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. 160 സീറ്റുകളിൽ NDA വ്യക്തമായ ലീഡ് നേടുകയാണ്. അതായത് ബീഹാറിൽ ഇതുവരെ NDA സഖ്യം നേടുന്ന ഏറ്റവും മികച്ച വിജയമായി ഇതിനെ കാണാം ഈ ആദ്യ ഫലസൂചനകൾ പ്രകാരം. അങ്ങനെ
അതുമാത്രവുമല്ല 82 സീറ്റുകളുമായി BJP മുന്നിലാണ്. 82 സീറ്റുകളാണ് BJP മുന്നിൽ. തങ്ങളെക്കാൾ 10-16 സീറ്റുകളാണ് കുറവ് JDU-വിന് എന്നുള്ളത് കൊണ്ട് തന്നെ JDU-വിനെ BJP അവിടെ അതിജയിച്ചിരിക്കുന്നു വ്യക്തമായ മാർജിനിൽ. RJD 63 സീറ്റുകളിൽ മുന്നിലുണ്ട്. കോൺഗ്രസ് കേവലം 10 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അതായത് മഹാഗഡ്ബന്ധൻ സഖ്യത്തിലെ ഒരേ ഒരു ജേതാവ് എന്നുള്ളത് RJD മാത്രമാണ്. കോൺഗ്രസിന് ബീഹാറിൽ കാര്യമായ വേരോട്ടമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചനകൾ. അതേസമയം BJP ആകട്ടെ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക മാത്രമല്ല 82 സീറ്റുകളുമായി അതിശക്തമായ പൊസിഷനിലാണ്. JDU-വിനേക്കാൾ 16 സീറ്റ് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം BJP അവിടെ കാഴ്ച. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ട ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 82 സീറ്റോളം പിടിച്ചുകൊണ്ട് BJP ബീഹാറിലെ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുകയാണ്. തൊട്ട് താഴെ നിതീഷിന്റെ പാർട്ടിയാണ് 68 സീറ്റോളം ഉണ്ട്. അതോടൊപ്പം തന്നെ RJD സീറ്റുകൾ ഇപ്പൊ മുന്നിലുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു റിസൾട്ടിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിൽ BJP ഒറ്റക്കക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 82ഓളം സീറ്റുകളാണ് പിടിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ നിതീഷ് കുമാറിന്റെ പാർട്ടി 68 സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം BJPക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഏത് മേഖലയിൽ എങ്ങനെയാണ് അവിടെ സീറ്റ് വർദ്ധിച്ചതെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാരണം ഇന്നലെ രാത്രികളിൽ ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്ക് ഒരു ലോറി എത്തുന്നു. ആ ലോറിക്കകത്ത് ഒരുപാട് പെട്ടികൾ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്തായിക്കൊണ്ട് BJP പുതിയൊരു മുഖ്യമന്ത്രിയെ ബീഹാറിൽ പ്രതിഷ്ഠിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി നിതീഷ് കുമാർ എന്ത് തീരുമാനമായിരിക്കും ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്നതിനൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന കോൺഗ്രസ് ഈ ബീഹാറിൽ പിടിച്ചിരിക്കുന്ന വെറും 10 സീറ്റുകൾ മാത്രമാണ്. കാരണം ബാക്കി ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിന് ഘടകകക്ഷികളോടൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസിനോ മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ ഇത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഈ വോട്ട് ചോരിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾ. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു വിജയം BJPക്ക് വരാനായിട്ടുള്ള മെയിൻ ഘടകം ഞാൻ കാണുന്നത് ഈ ഇലക്ഷന് മുമ്പ് അവിടുത്തെ സ്ത്രീ വോട്ടർമാർക്ക് 10,000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളൊരു അത് വളരെ പിന്നെ ഒരു 10,000 രൂപ വെച്ച് അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. അത് അവിടുത്തെ വോട്ടർമാരെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വോട്ട് ശതമാനത്തിലുള്ള വർധനവും BJPക്ക് ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇത്തരം ഈ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പണം കൊടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് കൊടുത്ത് സ്വാധീനിക്കുന്ന സംവിധാനങ്ങളൊക്കെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ അതിന് ബദലായ രീതിയിൽ അതിന് കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ വോട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇത് പണത്തിന് മേലെ പരന്തും പറക്കില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 180-200 സീറ്റുകളിലേക്കൊക്കെ പിന്നെ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവസാനത്തെ ഇനി വലിയ രീതിയിലുള്ള ഒരു മാജിക് ഒന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും